വെൽക്കം ബാക്ക് ടു ബ്രിൻ ടു ദ എൻസോ ലൈഫ് റിലേഷൻഷിപ്പ് ഫിറ്റ്നസ്. ഇത് മൂന്നിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻസോ സർക്കിളിനുള്ള ഈഗിളിനെ പോലെ ഇംപെർഫെക്ഷനെ മാനിക്കാതെ നമുക്കും ട്രാൻസ്ഫോം ചെയ്യാം. ഇന്ന് ഞാൻ ഇത്രയും നാൾ ആവർത്തിച്ച് പറഞ്ഞ ആ കാര്യം തിരുത്തി പറയാൻ പോകും. ലക്ഷ്യങ്ങളെ മറന്നേക്ക്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാനും തകർക്കാനും കേൾപ്പുള്ള ഒരേ ഒരു കാര്യം അത് നിങ്ങളുടെ ശീലമാണ്. നിങ്ങളുടെ ശീലങ്ങൾക്ക് അത്രയും പവർ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? എത്ര പേര് അവരുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പൂർത്തീകരിക്കാറുണ്ട്? അതായത് ഏകദേശം 90% ആളുകളുടെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ ഇപ്പം തകർന്നിട്ടുണ്ടാവും. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും. ആളുകൾക്ക് ലക്ഷ്യത്തിനെ ബേസ് ചെയ്ത് ഭയങ്കര ഒബ്സഷനാണ്. അതായത് എനിക്ക് 10 കിലോ കുറയ്ക്കണം, എനിക്ക് അടുത്ത പ്രൊമോഷൻ വേണം, എനിക്ക് 10,000 രൂപ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗോൾസ് വെച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടു അത് നടക്കാത്തതിൻ്റെ കാരണം എന്തെന്നാൽ, ലൈക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, ലൈക്ക് നിനക്കൊക്കെ കഴിവുണ്ടോ, നിനക്ക് കലാപരമായ കഴിവുണ്ടോ എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനല്ല. ആ തോട്ട് തെറ്റാണ് എന്ന് പറഞ്ഞുതരാൻ. എന്തുകൊണ്ട്? അതായത് നമ്മൾ ഈ ഔട്ട്കം ഫോക്കസ് ചെയ്ത് മാത്രം പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഗോൾ ഫോക്കസ് ചെയ്ത് വെച്ച് മാത്രം പോകുന്നത് വളരെയധികം അൺറിയലിസ്റ്റിക്കും ഔട്ട്കം ഫോക്കസ്ഡും അനാവശ്യ പ്രഷർ തരുന്ന ഒന്നുമാണ്. നിങ്ങളൊരു മാരത്തോൺ ഓടാൻ ആഗ്രഹിക്കുകയാണെന്നിരിക്കട്ടെ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നും വെച്ചാൽ നിങ്ങൾ നാളെ അടുത്ത ദിവസം കയറി മാരത്തോൺ ഓടാൻ ശ്രമിക്കുകയാണോ? അതോ അടുത്ത ദിവസം തൊട്ട് തന്നെ ഞാൻ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഞാൻ 20 കിലോമീറ്റർ വെച്ച് മിനിമം ഓടും, അതാണോ അതിൻ്റെ രീതി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു രീതി നിങ്ങളെ ഒരു എൻഡ്യൂറൻസ് റണ്ണർ, ഒരു മാരത്തോൺ ഓടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന്? ഒരിക്കലും ഇല്ല. 3 ദിവസം മാക്സിമം പോയാൽ 3-ാം ദിവസം കിടപ്പിലാവും. ഇനി അഥവാ അയാളുടെ വിൽ പവർ കൊണ്ട് അയാളത് പുഷ് ചെയ്തു എന്നിരിക്കട്ടെ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് വരാൻ പോകുന്ന ഇഞ്ചുറീസ് കുറച്ചൊന്നും ആയിരിക്കില്ല. മീൻസ് ടോട്ടലി ഡീകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യം പറയുന്നത്. ഇവിടെയാണ് ശീലങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ. ശീലങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ടാലന്റ്. ഈ ടാലൻ്റൊക്കെ ഭൂരിഭാഗവും പ്രാക്ടീസിലൂടെ തന്നെ വരുന്ന സ്കില്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഈ പറഞ്ഞ മാരത്തോണിലേക്ക് എത്താൻ അയാൾ ഒരുപക്ഷെ ഇതുവരെ ഓട്ടം ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം ഓടാൻ പോയി തുടങ്ങുക എന്നുള്ള ശീലമാണ് അയാൾ തുടങ്ങുന്നത്. ഒരു മാരത്തോൺ ഓടുന്ന ആൾ എന്ന രീതിയിലേക്ക് എത്താൻ അയാൾ നേരെ കയറി മാരത്തോണിൽ ഓടുകയല്ല ചെയ്യുന്നത്, ഓടിത്തുടങ്ങുക. ബേസിക്കലി മനസ്സിലായോ? ആ ഓടിത്തുടങ്ങുന്ന അയാൾ പതിയെ അയാളുടെ ദൂരം കൂട്ടാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 5 മിനിറ്റോ 10 മിനിറ്റോ ഓടുന്ന വ്യക്തി അത് പതിയെ ദൂരവും സമയവും ഒക്കെ കൂട്ടി അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ അയാൾക്ക് ബൈ ടൈം മാരത്തോൺ ഓടി തീർക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അവിടെ എന്താണ്? അവിടെ ശീലങ്ങളാണ് കാര്യം. അതിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടില്ലെങ്കിൽ പോലും അവർ ഈ ശീലങ്ങൾ അവരെ അവിടെ എത്തിക്കും. അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ എനിക്ക് ആ ലക്ഷ്യം എത്തണം, ഇന്നൊരു ഗോൾ വെച്ച് ഞാൻ അതിലേക്ക് തന്നെ എത്തണം, എല്ലാ ദിവസവും ആ ലക്ഷ്യത്തെ നോക്കി അനാവശ്യമായിട്ട് പ്രഷർ എടുക്കുന്നതിന് പകരം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത്, അതിനാവശ്യമായ ശീലങ്ങൾ എന്തൊക്കെ അത് മനസ്സിലാക്കി അത് നമ്മൾ ആസ് എ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു റുട്ടീൻ, ഒരു ഹാബിറ്റ് പോലെ നമ്മളത് ആവർത്തിച്ച് ചെയ്തു പൊയ്ക്കൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ചിലപ്പോൾ ഈ ലക്ഷ്യത്തിനും അതിനപ്പുറവും നമ്മൾ എത്തിയെന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളെ ഉയർത്താനോ തകർക്കാനോ പോകുന്നത്. നിങ്ങൾക്ക് അതേസമയം വളരെ മോശം ശീലങ്ങളാണ് ഉള്ളതെങ്കിൽ ഇതൊന്നും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഫിനാൻസും കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുക, അനാവശ്യമായിട്ടുള്ള മദ്യപാനം, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ആ ശീലങ്ങൾ നിങ്ങളെ തകർക്കുകയും ചെയ്യും. ഈ ശീലങ്ങളൊക്കെ നിങ്ങളെ ഉയർത്താൻ എന്ന പോലെ തന്നെ തകർക്കാനും കഴിയും. ഞാൻ ഏതൊരു ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. അതായത് നമുക്കൊരു ശീലം ഉണ്ടാവാൻ 66 ദിവസം പിടിക്കും എന്നാണ് ആ ബുക്കിൽ. ഞാൻ ഇതൊരു നോർമലി കേട്ടിട്ടുള്ള 24 ദിവസം. എനിക്കും തോന്നി, കാരണം 24 ദിവസം കൊണ്ട് ഒരു ശീലം ഫോം ചെയ്ത് ആരെയും എനിക്കറിയില്ല. സോ ഒരുപക്ഷെ ശരിയായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളെ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ തളർത്തുകയോ പേടിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ശീലങ്ങളിൽ തുടങ്ങുക. ഈ ശീലങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യും. ആ ശീലങ്ങളെ തന്നെ ബെറ്ററാക്കി കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് നിങ്ങൾ ഈ ശീലങ്ങൾ എത്തിച്ചേക്കും. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മെൽ റോബിൻസിന്റെ കൂട്ടാണ്. മെൽ റോബിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ലൈക്ക് ദ ബെസ്റ്റ് നോ ബുൾഷിറ്റ് ഗൈഡ് എന്ന് വിളിക്കാവുന്ന ഒരു വ്യക്തിയാണ്. മെൽ റോബിൻസ് പറയുന്നത്, യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ, യു നീഡ് എ റിച്വൽ എന്ന്. അതായത് നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല ആവശ്യം, നിങ്ങൾക്ക് ഒരു പുതിയ ശീലമോ അല്ലെങ്കിൽ ഓരോ പുതിയ രീതികൾ ആണ് നിങ്ങൾക്ക് ആവശ്യം. വൈറലായിട്ടുള്ള നേവി അഡ്മിറലിന്റെ ഒരു വീഡിയോ ഉണ്ട്. സ്റ്റാർട്ട് യുവർ ഡേ ബൈ മേക്കിംഗ് യുവർ ബെഡ്. അതായത് രാവിലെ എഴുന്നേറ്റ് ആദ്യം നമ്മളുടെ ബെഡ്ഷീറ്റ്, നമ്മൾ യൂസ് ചെയ്ത ബെഡ്ഷീറ്റ്, തലേണ, അതെല്ലാം
മടക്കി ക്ലിയർ ആയിട്ട് വെച്ചിട്ട് വേണം നമ്മുടെ അന്നത്തെ ദിവസം തുടങ്ങാൻ എന്ന് പറയാം. അതിന്റെ ഉദ്ദേശം എന്താന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അവിടെ ബെഡ് മടക്കി വെക്കുന്നതുകൊണ്ട് വലിയ എന്തോ കാര്യം സംഭവിക്കുന്നു എന്നില്ലല്ലോ. അതായത് അദ്ദേഹം അതിനെ ഒരു ടാസ്ക് ആയിട്ടാണ് എടുക്കണം. അത് മടക്കി വെച്ചിട്ട് നിങ്ങൾ അത് കണ്ട് ആത്മസംതൃപ്തി അടഞ്ഞിട്ട് വേണം നിങ്ങൾ പോവാൻ. അതായത് ഉറക്കച്ചടവ്, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ സമയത്ത് നമ്മൾ ഒരു ടാസ്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. മനസ്സിലായോ? ഉറക്കച്ചടവിലും ടാസ്ക് ഏറ്റെടുക്കാനും ചെയ്യാനും റെഡി ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അലേർട്ടായിരിക്കുമ്പോൾ വല്ല പാടുണ്ടോ? ഒരു പാടുമില്ല. അതാണ് ആ ഒരു ഇന്റൻഷനാണ് പറയുന്നത്. അപ്പം അങ്ങനൊരു ശീലം ശീലിച്ച് വരുമ്പോൾ ബേസിക്കലി അത് ബെഡ് മടക്കി വെക്കുന്നു, അതായത് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് ബ്രെയിൻ ട്രെയിൻ ആകുന്നത് എങ്ങനെയാണ്? ഉറക്കത്തോടെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ശീലങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ കയ്യിലുള്ള ഒരു 2 ടിപ്പ്. 1, വളരെ ചെറിയ സ്റ്റെപ്പുകൾ മാത്രം എടുക്കുക. നിങ്ങൾ വായന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് വായന ഇഷ്ടമാണെന്നും ഇരിക്കട്ടെ, പക്ഷേ ഇരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് വായിക്കുക. അങ്ങനെ ഒരു ഗോൾ വെക്കുക. 5 ഇത് ശീലിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ആളുകൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ഞാനും പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് അല്ലേ, ഞാൻ ഇന്ന് 15 മിനിറ്റ് വായിച്ചിട്ട് അടുത്ത 3 ദിവസത്തേക്ക് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെയിലി റിച്വൽ, ആ ഒരു പ്രാക്ടീസ് അവിടെ മുടക്കും. അവിടെ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഗോൾ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് പോവുക. അതല്ല, എല്ലാ ദിവസവും ഞാൻ ഇന്ന ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നതാണ് നമ്മുടെ ഫോക്കസ്. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ സ്വയമേ മാറാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മാറാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പീപ്പിൾ ഓവർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ ഡു ഇൻ എ വീക്ക് ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് വാട്ട് ദേ ക്യാൻ ഡു ഇൻ എ ഇയർ. ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നതിന് അവർ ഭയങ്കരമായിട്ട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും, പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ അവർ വളരെയധികം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ PT ട്രെയിനിങ്ങിൽ നമ്മൾ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് വ്യത്യാസമൊന്നും വന്നില്ല എന്ന് പലരും പരാതി പറയും. അതേസമയം അവർ 1 വർഷം കഴിഞ്ഞ് പണ്ട് നിന്ന ആളിൽ നിന്ന് ടോട്ടലി മാറിയിട്ടുണ്ട്. അപ്പം അതും അവർ പ്രതീക്ഷിക്കുന്നു. ഈ സ്മോൾ കൺസിക്യൂട്ടീവ് സ്റ്റെപ്സ് ആണ് അതിന് വേണ്ടി വരിക. അതാരും ഓർക്കാറില്ല. അപ്പം നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ അടുത്ത ദിവസം അല്ലെ നാളെ എന്തോ ആവും എന്നല്ല, ചെയ്തുകൊണ്ടിരിക്കുക. 1 വർഷത്തിനുള്ളിൽ ആ മാറ്റം നിങ്ങളെ അതിശയിപ്പിക്കും. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ശീലത്തിന് ഒപ്പം പുതിയൊരു ശീലം ആഡ് ചെയ്യുക. അതായത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മെഡിറ്റേഷന് വേണ്ടിയിട്ട് കുളിച്ചതിന് ശേഷം മെഡിറ്റേറ്റ്. അപ്പം ഞാൻ പ്രത്യേകം ഒരു ടൈം നോക്കി വെക്കുന്നതിന് പകരം ഞാൻ എപ്പോൾ കുളിച്ചാലും അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യാൻ ബേസിക്കലി ഞാൻ അതേപോലെ എന്ത് കാര്യമായിരുന്നാലും നിങ്ങൾക്കത് ഒറ്റയ്ക്കായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പാടാണ്, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും, നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ശീലത്തിന് ഒപ്പം മറ്റൊരു ശീലം ചേർത്ത് വെക്കുക. ഈ 2 ടിപ്സ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എപ്പോഴും ഓർക്കുക, എ ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. 1000 മൈലുകൾ ദൂരമുള്ള ഒരു യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ ചുവട് വെച്ചുകൊണ്ടാണ്, ഒരു ചുവട് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സിനെ വിലകുറച്ച് കാണാതെ. അപ്പോൾ എന്താണ് നിങ്ങൾ ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ശീലം? കമൻസിൽ അറിയിക്കൂ. നിങ്ങളുടെ ജേർണി അറിയാൻ എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഓർക്കുക, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് വലിയ വലിയ യാത്രകൾക്ക് തുടക്കം. സ്റ്റേ ക്യൂരിയസ്, സ്റ്റേ ബോൾഡ്. ഈഗിൾ വിഷനോടുകൂടി നമുക്ക് ട്രാൻസ്ഫോം ആക്കാം. സി യു, ബൈ.